ഫ്രണ്ട്സേ ധന്യാണേ. അപ്പോ എന്താണ് നമ്മുടെ കിഴക്കഞ്ചേരിക്കാവിലുള്ള നമ്മുടെ ഉണ്ണിയപ്പക്കട ഇന്നും ഇനി വേണമെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കാണാൻ പറ്റിയ കാണാം. കാരണം നമ്മുടെ കടന്റെ ബാക്കിലുള്ള സ്ഥലം സെയിലായി. അപ്പൊ അവരിവിടെ നിന്ന് മാറാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ രാവിലെ ആ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, നിങ്ങളുടെ കടന്റെ ബാക്കിലത്തെ സ്ഥലത്തിന്റെ ആളാണ്. പറയും. 2-3 ട്രിപ്പ് ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ അറിഞ്ഞു. സങ്കടം വരുന്നുണ്ടാ ചിരി വരുന്നുണ്ടാ? പറയേ. സങ്കടം വരുന്നുണ്ട്. എന്റെ കുട്ടിക്ക് സങ്കടം വരുന്നുണ്ടാ? എന്റെ കുട്ടീനെ തൊട്ടിയിലിട്ട് ആട്ടിയിട്ട് അമ്മ ഈ ഒരു സ്ഥലത്താണ് ഉണ്ണിനെ നോക്കിയത്. മനസ്സിലായ? അതാണ് നമ്മുടെ കട. അപ്പൊ കടയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ധന്യ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഈ വയ്യോരത്തെല്ലാം ഷെഡ് കെട്ടിയിട്ട് ഉണ്ണിയപ്പ കച്ചവടം നടത്തുന്ന ഒരു സഹോദരിയാണ്. വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു ബിസിനസ്സാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാവപ്പെട്ടവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ധന്യ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അർഹിക്കുന്ന കൈകളിൽ ആ സാധനം എത്തിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും കൂടി ഈ സഹോദരി ചെയ്യും. അത്രയും നീറ്റായിട്ട് വിശ്വാസ്യതയോടു കൂടിയാണ് അവരവരുടെ ബിസിനസ് ഇതുവരെ കൊണ്ടുപോയിരുന്നത്. ഏതായാലും അതിൽ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം അവർക്ക് വന്നു ചേരുകയായിരുന്നു. 2 മാസമായിട്ടേ ഉള്ളൂ പുതിയൊരു ഷെഡ് എല്ലാം കെട്ടിയിട്ട് വളരെ നന്നായിട്ട് അവരുടെ ഉണ്ണിയപ്പ കച്ചവടം അതിനൊപ്പം ഊണും കൂടി അവർ ചെയ്തിരുന്നു. അതുകൂടി വളരെ ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. ആ ഒരു സമയത്താണ് ആ കടയുടെ നേരെ പുറകുവശത്തുള്ള സ്ഥലം ആരോ വാങ്ങിയിട്ട് അവിടെ നിന്ന് ധന്യയോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ അവരെ സഹായിക്കാനും മുന്നോട്ട് വരികയും അതുപോലെ തന്നെ അവരുടെ നമ്പർ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോയിൽ വെച്ചില്ല, അത് വലിയൊരു പോരായ്മയാണ് എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവരുടെ നമ്പറും അതുപോലെ തന്നെ ആ ഫോട്ടോ ഒക്കെ ഞാനിവിടെ കൊടുക്കാം. അതിൻ്റെ മുന്നേ ഇപ്പോൾ നിലവിൽ ആ കടയ്ക്ക് എന്താണ് സംഭവിച്ചത്, അത് അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ടുണ്ടോ, ഇനി അതെല്ലാം നിർത്തിവെച്ചിട്ടുണ്ടോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രേക്ഷകർ, അത് 19,000 ആൾക്കാർ കണ്ടൊരു വീഡിയോ ആണ്, അതിൽ ചോദിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, നിലവിൽ ആ കട ഇപ്പോൾ എന്താണ്, പൊളിച്ചോ എന്നൊക്കെ തീർച്ചയായിട്ടും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആൾക്കാർക്കുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഈ വീഡിയോ കാണുന്നതിന് ശേഷം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറയും പോലെ വളരെ നല്ല കണ്ടന്റുകൾ മാത്രം ചെയ്യുന്ന ഒരു സഹോദരിയാണ്. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന, അതുപോലെ തന്നെ ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളുമായിട്ടാണ് കൂടുതൽ ആ സഹോദരിക്ക് അടുപ്പമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദുമാരായിട്ടും തങ്ങൾമാരായിട്ടും അവർ വരുന്ന സമയത്ത് അവരെ പോയി കാണുന്നു, സന്ദർശിക്കുന്നു, കുട്ടികളെ കൊണ്ടുപോകുന്നു. വളരെ ഡീസൻ്റായിട്ട്, ഒരു മര്യാദകേടും കാണിക്കാതെ വളരെ ഡീസൻ്റായിട്ട് ഒരു ബ്ലോഗും അതുപോലെ തന്നെ അതിനൊപ്പം ഈ കച്ചവടവും നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ജാതിക്കാരത്തി ആയാലും ഇത്തരത്തിലുള്ള ഒരു സഹോദരിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. കാരണം ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വേണം. കാരണം വൃത്തികേടുകൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ ചാനൽ റീച്ച് ആക്കുന്നതും അതുപോലെ തന്നെ കച്ചവടം ഉണ്ടാക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ എല്ലാവരെയും ഞാൻ കുറ്റം പറയില്ല. ചില ആൾക്കാർ, ഈ ഒരു സഹോദരി അതിലെല്ലാം വളരെ മാന്യമായിട്ട് ഒരു അതിർവരമ്പുണ്ട്. ആ വരമ്പിൻ്റെ അപ്പുറം നിന്നുകൊണ്ട് മാത്രമുള്ള ബിസിനസ്സുകളാണ്. അതും വളരെ നല്ലവണ്ണം സഹോദരിയെ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമതും വീഡിയോ ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം. അവരെ ഫോൺ നമ്പർ കൂടി നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തണം. ഇനി ആർക്കെങ്കിലും അവരെ വിളിച്ചിട്ട് അന്വേഷിച്ചതിന് ശേഷം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ആ വീടിൻ്റെ ആ കടയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. തന്നെ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട് കാര്യങ്ങൾ. നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഫോൺ നമ്പർ അടക്കം ഞാൻ എൻ്റെ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നതായിരിക്കും. പോവാം വീഡിയോയിലേക്ക്. അതാണ് നമ്മുടെ കട. ഫ്രണ്ട്സ്, ഇപ്പൊ സമയം 2:33 ആയിട്ടാ. അപ്പൊ നമ്മളുടെ കട ഉച്ചക്ക് ഞാൻ ഭക്ഷണം കുടിച്ചു കഴിഞ്ഞ് വന്നിട്ടേ ഇതാണ്ട ഇലയൊക്കെ ഇവിടെ പുറത്തു. അപ്പോൾ ഞാനത് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇല എടുക്കണം, പിന്നെ കട ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. തുടയ്ക്കാനുണ്ട്, അടിക്കാനുണ്ട്, ഇലയുണ്ട്. ഇലയൊക്കെ എടുക്കട്ടെ. 40 ഇല. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഈ സ്ഥലമാണ് സെയിലായത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയാകുകയാണ്.
എന്തായാലും ഓല കുഴപ്പമില്ലാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓല വേണമെന്ന് അറിയില്ല. ഞാൻ റെഡിയാക്കി വെച്ചിട്ട് എടുത്തിട്ട് പോകും. എല്ലാം ഗ്യാസ് കുറ്റി അതാ കിടക്കണം. ഇതൊക്കെ ഒരു പെട്ടി ഓട്ടോയിൽ കൊണ്ടുപോകണം. ശരി, എന്തായാലും ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്താ പറയണ്ടേ? സങ്കടം വരുന്നുണ്ടാ ചിരി വരുന്നുണ്ടാ? പറയേ. സങ്കടം വരുന്നുണ്ട്. എന്റെ കുട്ടിക്ക് സങ്കടം വരുന്നുണ്ടാ? എന്റെ കുട്ടീനെ തൊട്ടിയിലിട്ട് ആട്ടിയിട്ട് അമ്മ ഈ ഒരു സ്ഥലത്താണ് ഒന്നിനെ നോക്കിയത്. മനസ്സിലായ? ആ, അതാണ് നമ്മുടെ കട. അപ്പൊ കടയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതില്ല. പോവാ. അപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയോടുകൂടി ആ പിഞ്ചു പൈതലായ ആ മകൾ പറയുന്ന നിങ്ങൾ കേട്ട് കാണും. എത്രമാത്രം സങ്കടത്തോടു കൂടിയാണ്. കാരണം ആ പിഞ്ചു പൈതൽ വളർന്നതടക്കം ആ കടയുടെ സൈഡിലാണ്. അവിടെ തൊട്ടിൽ കെട്ടിയിട്ട് ആ കുട്ടിയെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അമ്മ, ധന്യ എന്ന് പറയുന്ന അമ്മ, ആ ബിസിനസ്സും അതിൻ്റെ ഒപ്പം ഉണ്ണിയപ്പ കച്ചവടം എല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അത്രയും പ്രാരാബ്ധമാണ് ജീവിതത്തിൽ രണ്ട് തലയും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം, ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമാണ്. ഏതായാലും സ്വന്തം ബിസിനസ് ചെയ്തിട്ട് എന്തെങ്കിലും ഈ സ്വയം തൊഴിൽ ചെയ്തിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആ സഹോദരിയെ 100% സപ്പോർട്ട് ചെയ്യുന്നു. അത് ജാതിപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ ഒന്നുമല്ല. ഏത് ജാതിക്കാരനായാലും തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് നല്ലൊരു ഉപകാരമാവും. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പൈസകൾ നമ്മൾ സംഭാവനയായിട്ടും ഒരുപാട് ഓൺലൈൻ മജ്ലിസുകൾക്കും അതുപോലെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽപ്പെട്ട നിങ്ങൾക്ക് ഒരു 100 രൂപ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഭക്ഷണമായി. അതുകൊണ്ടൊന്നും നിങ്ങളുടെ അക്കൗണ്ട് കാലിയായി പോവുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോവുകയോ ഒന്നുമില്ല. അതാണ് ഈ സഹോദരിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കൊടുക്കുന്ന 100 രൂപയ്ക്കുള്ള ഭക്ഷണം കൊടുത്തു എന്നതിന് നിങ്ങൾക്ക് തെളിവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ കൊടുക്കുന്ന ആളുടെ വീഡിയോ പോലെ പകർത്തിയിട്ട് അവരുടെ മുഖം നമ്മൾ കാണിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചും തരും. ഇതൊക്കെ തന്നെയാണ് സുതാര്യത. ഇതുകൊണ്ട് തീർച്ചയായിട്ടും ആ സഹോദരിക്ക് ജീവിച്ചു പോകാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ അർഹിക്കുന്ന കരങ്ങളിൽ ആ സഹായങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. 2 കാര്യങ്ങളാണ്, ബിസിനസ്സും നടക്കും, അതുപോലെ തന്നെ ഒരു നന്മയുടെ ഒരു അംശം കൂടി അതിൽ ബാക്കി ശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ മതപരമായ കാര്യത്തിലല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു. അവർക്ക് ഈ മുസ്ലിം പക്ഷം പിടിച്ചുകൊണ്ടിട്ട് രക്ഷപ്പെടാനുള്ള ഐഡിയ ആണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലം മതം വിറ്റ് ജീവിക്കുന്നവരാണ് പകുതിയിലധികവും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാരെങ്കിലും, വലിയ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്തരം തട്ടിപ്പിൻ്റെ കാലത്ത് ഇങ്ങനെ വേർപ്പൊഴുക്കിയിട്ട് സാധാരണ ഒരു കുടിൽ പോലത്തെ ഒരു ഹോട്ടലും കെട്ടിയിട്ട് അവിടെ നിന്ന് 10 30 ഈ ഊണ് വിറ്റ് ജീവിക്കുന്ന ഒരു സഹോദരി എന്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നല്ലവരായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവരെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കണം. ആ മക്കളുടെ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവം പോലും തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, ആ സഹോദരിയെ കണ്ട് വളർന്നത് കൊണ്ടാവാം എനിക്ക് വളരെ സന്തോഷവും ഇഷ്ടവും തോന്നിപ്പോയി. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് അവരെ സഹായിക്കണമെന്ന് 100% താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സഹായിച്ചാൽ മതി. ഇനി അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ആ നാടിനടുത്തുള്ള ആൾക്കാരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥലം തരപ്പെടുത്തി കൊടുത്താൽ ആ സഹോദരിക്ക് അവിടെ ഒരു ഷെഡ് വെച്ച് കെട്ടിയിട്ട് വീണ്ടും ഇതുപോലെയുള്ള ഉണ്ണിയപ്പ് കച്ചവടവും അതുപോലെ തന്നെ ഊണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാം. ഇനി നിങ്ങളുടെ സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വാടകയും വാങ്ങാം. അത്രയും വളരെ വൃത്തിയായിട്ട് ഡീസൻറ്റ് ക്ലീനായിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ. അവിടെ നിന്നോ ഷെഡ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറഞ്ഞപ്പം ആ സഹോദരി ഒന്നും മറുത്തൊരക്ഷരം പോലും പറയാതെ അത് പൊളിച്ച് മാറ്റി വളരെ ക്ലീനായിട്ട് അവിടുന്ന് പോകുന്ന, അതൊക്കെ ഒരു മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന്. തീർച്ചയായിട്ടും ഇതൊക്കെ സ്ത്രീകൾ കാണണം. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആക്കി എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് വരണം. ഇത്തരം ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് പിടിക്കുകയും വേണം. ഇനി തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വീഡിയോൻ്റെ സൈഡിൽ കൊടുക്കുന്നത് ധന്യ എന്ന് പറയുന്ന ഈ സഹോദരിയുടെ മൊബൈൽ നമ്പറാണ്. നിങ്ങൾ അതിലേക്ക് വിളിച്ച് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗൂഗിൾ പേ ആയിട്ടോ എന്തെങ്കിലും സംഖ്യകൾ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വിവരങ്ങൾ അന്വേഷിച്ച ശേഷം എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഏതായാലും ഒരുപാട് പേർ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ധന്യ ഇത് അറിയോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഏതായാലും ഇത് അവർക്കൊരു സഹായമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള
സംരംഭകർ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകണം, അവർ വിജയിക്കുകയും വേണമെന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.